Hey, Sonia. I'm Amanda, representing the team MJ. ഡോക്ടർ ഡെറിക് ഏഞ്ചൽസിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബോംബെ എയർപോർട്ടിലെത്തി. അങ്ങനെ അദ്ദേഹം ഒരു ക്യാബിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ സിറ്റി മൊത്തം ഒന്ന് വീക്ഷിച്ചു. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്യാബ് വന്നു. അദ്ദേഹം ഇങ്ങനെ ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ സിഗ്നൽ റെഡായി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുക. ആ സമയത്തുണ്ട് ഒരു ചെറിയൊരു കുട്ടി, ഒരു പാവപ്പെട്ട കുട്ടി, അവൻ്റെ കയ്യിലൊരു ചെറിയ പൊതി തുറന്ന് അതിൽ ഒരു ബെന്നാണുള്ളത്. അവൻ അതെടുത്ത് ജസ്റ്റ് ഒന്ന് കടിച്ച സമയത്ത് അവൻ്റെ അടുത്തേക്ക് ഒരു നായ വന്നു. അവൻ വേഗം തന്നെ ആ ബെന്നെടുത്ത് ആ നായക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ ആ നായ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കിയ ശേഷം അത് കഴിക്കാണ്ട് തിരിച്ചുപോയി. ആ കുട്ടി ആ സമയത്ത് ആ നായ ഇനി തിരിച്ചു വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ആ നായയെ നോക്കി നിന്നു. ശേഷം ആ ബെന്നെടുത്ത് അതിലെ മണ്ണ് തട്ടിക്കളഞ്ഞതിന് ശേഷം അത് കഴിച്ചു. അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. അദ്ദേഹത്തിന് ആ സമയത്ത് ആ കുട്ടിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലണം എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സിഗ്നൽ ഗ്രീനായി, ക്യാബ് മുന്നോട്ട് പോയി. അദ്ദേഹം പിന്നീട് ആലോചിച്ചു, ആ കുട്ടിയുടെ കയ്യിലാകെ ഒരു ബെന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും തൻ്റെ വിശപ്പ് മാറ്റി വെച്ചുകൊണ്ട് അത് ആ നായ്ക്ക് കൊടുക്കാൻ ആ കുട്ടി തയ്യാറായി. അദ്ദേഹം ആ സമയത്ത് റിയലൈസ് ചെയ്യാണ്, താൻ ഒരു ചെറിയ കുട്ടിയിൽ നിന്നും വലിയൊരു പാഠം പഠിച്ചു. സന്തോഷവും സ്നേഹവും ഷെയർ ചെയ്യണമെന്ന് അവൻ അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അജ്ഞാതനായ ഒരു കുട്ടി മാസ്റ്റർ അടുത്ത് നിന്നും ഇത്രയും വലിയൊരു ലെസൺ പഠിച്ചതിൽ അദ്ദേഹം ഭയങ്കര സന്തോഷിച്ചു. സോ ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കും ഇതിൽ നിന്ന് ആ ലെസൺ ഉൾക്കൊള്ളാം. എന്തൊരു ചെറിയ കാര്യവും ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കുക. അത് നമ്മളിലും അതേപോലെ മറ്റുള്ളവരിലും സന്തോഷം ഉണ്ടാക്കും. സോ താങ്ക് യു.